കൂട്ടുകാരെ, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇനി നമുക്ക് അല്പം വ്യത്യസ്തമായ ഒരു കടലക്കറി പെട്ടെന്ന് തന്നെ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. പുട്ടിന്റെ കൂടെ മാത്രമല്ല, ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ആയിട്ടുള്ള കറി. തേങ്ങയോ തക്കാളിയോ ഒന്നും ഇല്ലാതെ നല്ല കൊഴുത്ത രുചിയേറിയ കറി എങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വെച്ച കടലയിലേക്ക് 2 സവാളയും 1 കഷ്ണം ഇഞ്ചിയും 1 വെളുത്തുള്ളിയും ചെറിയ സ്ലൈസസ് ആയിട്ട് മുറിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 നുള്ളു കായവും അല്പം മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും ഇട്ട് അതിന് മീതെ 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 6 തൊട്ട് 8 വിസിൽ വടിക്കുന്നത് വരെ വെച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം. നന്നായി വെന്ത ഈ കടലയിലേക്ക് നമുക്കിനി മസാല തയ്യാറാക്കി എടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർത്തെടുക്കണം. അതിനുശേഷം 1 കഷ്ണം കറുവാപ്പട്ടയും ഏലക്കയും 2 ഗ്രാമ്പും ഒക്കെ ഇട്ട് ഈ മസാലയും ചേർത്തൊന്ന് ചൂടാക്കി എടുക്കണം, അതിന്റെ പച്ചപ്പ് മാറാൻ വേണ്ടി. അതിനുശേഷം അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ കടല കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ച് കറിയിൽ ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി അതിനുശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ട് കടുക് പൊട്ടിച്ച് കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇറച്ചിക്കറിയെ വെല്ലുന്ന നല്ല സൂപ്പർ കടലക്കറി റെഡിയായി. അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.